ഈ ഖാലിദീന ഫീഹ എന്നുള്ളതുണ്ടല്ലോ, സ്വർഗവാസികളെ കുറിച്ച് പറയുമ്പോൾ ഈ ഖുലൂദ് എന്താണ്? ഖുലൂദ്, സ്വർഗത്തിൽ ഖുലൂദ് എന്താ? ഖുലൂദ് ഖുലൂദ് എന്ന് പറഞ്ഞാൽ എന്താ? നിത്യവാസാണ്, നിത്യവാസാണ്. സ്വർഗത്തിൽ ഖാലിദീന ഫീഹ എന്ന് പറയുമ്പോൾ അത് അബദൻ, എന്താ അബദൻ? എന്നേക്കും, എന്നേക്കുമാണ്. എന്നാൽ നരകത്തിൻ്റെ വിഷയത്തിൽ പറയേണ്ടത് ഖാലിദീന ഫീഹ അല്ലേ, അത് രണ്ട് നിലക്കാണ്. ഒന്ന്, നരകത്തിൻ്റെ വിഷയത്തിൽ ഖുലൂദ് അബദിയാണ്, ഇതേപോലെ തന്നെ അബദി. മറ്റൊന്ന് ഖുലൂദ് എന്താണ്? അത് അമദിയാണ്, അമദി. ഖുലൂദ് അബദിയുണ്ട്, ഖുലൂദ് അമദിയുണ്ട് നരകത്തിൻ്റെ വിഷയത്തിൽ. നരകത്തിൽ പ്രവേശിച്ച ചിലർ ഖുലൂദ് അബദിയാണ്, എന്നേക്കും നരകത്തിലാണ്, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. എന്നാൽ ചിലർ നരകത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഖുലൂദ് അമദിയാണ്. ഖുലൂദ് അമദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘകാലം എന്നർത്ഥത്തിൽ, എന്നേക്കും എന്നുള്ള, പിന്നെ ദീർഘകാലം എന്നർത്ഥത്തിൽ. അള്ളാഹു ഖുലൂദുൻ അബദി കൊണ്ട് മുന്നറിയിപ്പ് നൽകിയതായിരിക്കാണ്, അത് കുഫാറിനാണ്. എന്നാൽ ഖുലൂദ് അമദി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയായിരിക്കാണ്, അത് കബായിർ, വൻപാപം ചെയ്തവരോടാണ്. വൻപാപം ചെയ്തവരുടെ വിഷയത്തിലാണ് ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഖാലിദീന ഫീഹ അബദൻ എന്ന് പറഞ്ഞത് ആരോടാ? അത് കുഫാറിനോടാണ്. സൂറത്ത് നിസായിൽ, അതുപോലെ സൂറത്ത് അഹ്സാബിൽ, പിന്നെ സൂറത്ത് ജിന്നിൽ, അനാമില്ല അല്ല, 3 സൂറത്തിലാണ്. സൂറത്ത് നിസായിലെ 169 ആയത്തിലും, സൂറത്ത് അഹ്സാബിലെ 65 ആയത്തിലും, പിന്നെ സൂറത്ത് ജിന്നിലെ 23 ആയത്തിലും. ഇങ്ങനെ ഈ 3 ആയത്തുകളിൽ മാത്രമാണ് ഖുലൂദ് അബദി, നിത്യവാസികളായിട്ട് നരകത്തിൽ പോകുക എന്നുള്ളത്. എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഖുലൂദ് അമദിയാണ്. ആ ഖുലൂദ് അമദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൻപാപം ചെയ്തവരോടുള്ള അവരുടെ വിഷയത്തിൽ അവർക്ക് മുന്നറിയിപ്പായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ഇത് ഇങ്ങനെ 2 ഖുലൂദ് ഉണ്ട് ആരുടെ വിഷയത്തിൽ? നരകവാസികളുടെ വിഷയത്തിൽ. അത് വേർതിരിച്ച് മനസ്സിലാക്കാത്തത് കാരണത്താലാണ് ഖവാരിജികൾ പേച്ചത്. ഖവാരിജികൾ എന്ത് ചെയ്തു? തെങ്ങിനും കവുങ്ങിനും വേറെ വേറെ തളപ്പാണ്, പക്ഷേ ഇവരെന്ത് ചെയ്തു? രണ്ടിനും ഒരു തളപ്പാക്കി. അവർ ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞിടത്ത് എന്ത് ചെയ്തു? ഒരാൾ മദ്യപിച്ച് അല്ലെങ്കിൽ വിചാരിച്ച് വിശ്വാസിയാണ്, അങ്ങനെ ഒരു തെറ്റ് ചെയ്ത ഒരാളാണ് എങ്കിൽ ഖാലിദീന ഫീഹ എന്നുള്ളത് എന്ത് ചെയ്ത് അവർ നരകത്തിൽ നിത്യവാസിയാണ്. കാരണം എന്താണ്? ഈ വൻപാപം ചെയ്യുന്നതോട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി നരകത്തിൽ എന്നെന്നും ശിക്ഷിക്കപ്പെടുന്ന ശിക്ഷ അനുഭവിക്കുന്നവരാണെന്ന് അവർ വിധിച്ചു. അതുകൊണ്ടാണ് വൻപാപം ചെയ്തവരൊക്കെ അവരാരാക്കി, കുഫാറാക്കി. അതേസമയം അങ്ങനെയല്ല. പിന്നെയോ പിന്നെ വൻപാപം ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തുണ്ട്? അവർ പിന്നെ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ജഹന്നമിയുടെ ഹദീസും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അള്ളാഹു യുമീതുഹുമുല്ലാഹു ഈമാതൻ, അള്ളാഹു അവരെ മരിപ്പിക്കും, അത്താസാറുക്കൽ ഫഹം, ഫഹമ് പോലെ അവരാകുന്നത് വരെ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ പിന്നെ ശഫാഅത്തിന് അനുവാദം നൽകപ്പെട്ടതിന് ശേഷം അവർ നരകത്തിന് പുറത്തെടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ സ്വർഗത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെയല്ല. സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഖുലൂദ് അബദിയാണ്, ഖുലൂദ് അബദിയാണ്.